തെറ്റ് ചെയ്യാത്തവരായിട്ടോ വീഴ്ച സംഭവിക്കാത്തവരായിട്ടോ മണ്ടത്തരം പറ്റാത്തവരായിട്ടോ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വീഴ്ചകളും കുറവുകളും തെറ്റുകളും മണ്ടത്തരങ്ങളും അമളികളും ഒക്കെ പറ്റിയിട്ടുള്ളവരാണ്. പക്ഷെ നമ്മുടെ വീഴ്ചകൾക്കും നമ്മുടെ തെറ്റുകൾക്കും നമ്മുടെ മണ്ടത്തരങ്ങൾക്കും നമ്മളല്ല ഉത്തരവാദി എന്ന് നമ്മൾ പറഞ്ഞ് ആശ്വസിക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആരുടെയെങ്കിലും തലയിൽ ആ വീഴ്ചയുടെയോ ആ മണ്ടത്തരത്തിൻ്റെയോ അല്ലെങ്കിൽ ആ തെറ്റിൻ്റെയോ ഒക്കെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറയില്ല, ആരുടെയെങ്കിലും ചുമൽ നോക്കി നടക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ചുമലിൽ അത് ചാർത്തിയാലേ നമുക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഒരിക്കലും ജീവിതത്തിൽ നന്നാവില്ല. ഈ ജോൺ മാക്സ്വെൽ പറയുന്നത് അതാണ്. അവനവൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവനവൻ്റെ ആറ്റിറ്റ്യൂഡുകളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവനവൻ്റെ ചെയ്തികളുടെ ഉത്തരവാദിത്തം സമ്പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, വൺ ഹു ഈസ് ഏബിൾ ടു ടേക്ക് അപ്പ് കംപ്ലീറ്റ്ലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വൺസ് ഓൺ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഡീഡ്സ്, അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ. കാരണം ആ വ്യക്തി മണ്ടത്തരങ്ങൾ ആവർത്തിക്കില്ല, തെറ്റുകൾ ആവർത്തിക്കില്ല, വീഴ്ചകൾ കുറവായിരിക്കും. പിന്നീട് അത് ഒന്നുമല്ലെങ്കിലും അതേ തെറ്റുകളോ അതേ വീഴ്ചകളോ കുറവായിരിക്കും. അത് വീണ്ടും വീണ്ടും ആ മണ്ടത്തരങ്ങളും കുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ സംഭവിക്കാൻ കാരണം നമ്മളതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തതുകൊണ്ട്. നമ്മളതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരുപാട് വിജയം നമുക്ക് ജീവിതത്തിലുണ്ടാവും. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ വിധി നമ്മളാണ് നിശ്ചയിക്കുന്നത്. നമ്മൾ ഇന്ന ആളാവുന്നോ, ഇന്ന സ്ഥലത്ത് എത്തുമെന്നോ, ഇന്ന വിധത്തിലായിരിക്കും നമ്മുടെ ഭാവി എന്നൊന്നും ദൈവം എഴുതി വച്ചിട്ടില്ല. അത് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് തന്നിട്ടാണ് ദൈവം നമ്മെ ഈ ജനിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. ജനിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്തം ദൈവം ഏറ്റെടുത്തിട്ടുള്ളൂ. അതിനുശേഷമുള്ള നമ്മുടെ തിരിച്ചറിവ് വരുന്ന കാലഘട്ടം മുതലുള്ള നമ്മുടെ ചെയ്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ നടപടികൾ, ഇതെല്ലാമാണ് നമ്മുടെ വിധി നിശ്ചയിക്കുന്നത്. മൈ ഡിസിപ്ലിൻ വിൽ ഡിസൈഡ് മൈ ഡെസ്റ്റിനി. അതുകൊണ്ട് നമ്മുടെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും അതാണ് ഡിസിപ്ലിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ. ആ മനസ്സിലിരിപ്പ് നല്ല മനസ്സോടുകൂടി നല്ല നടപടികൾ, നല്ല പ്രവൃത്തികൾ ചെയ്ത് നല്ല മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അത് തന്നെ നമ്മുടെ വിജയത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറും. അങ്ങനെ നല്ല അച്ചടക്കത്തോടു കൂടിയ നല്ല മനുഷ്യരായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.